നമസ്കാരം. പുരാതന കാലത്ത് ജൈന മതസ്ഥരുടെ ഒരു സാംസ്കാരിക കേന്ദ്രവും പിന്നീട് അത് ഹിന്ദു മതസ്ഥരുടെ സാംസ്കാരിക കേന്ദ്രവുമായി മാറി. അവിടെ ഒരു വലിയ ഒരു ക്ഷേത്ര സമുച്ചയം തന്നെ ഉണ്ടായിരുന്നു. വളരെ വിശേഷപ്പെട്ട ആ നഗരത്തിനെ ചരിത്രത്തിൽ നിന്ന് തന്നെ നാമാവശേഷമാക്കിക്കൊണ്ട് ആ ക്ഷേത്രങ്ങളെ തകർത്ത് അതിലെ ശിവലിംഗം സ്വന്തം കപ്പലിന്റെ നങ്കുരമായി ഉപയോഗിച്ച് ആ ശിവലിംഗം വീണ്ടും എടുത്ത് മറ്റൊരു ക്ഷേത്രം ഉണ്ടാക്കിയ ചെറിയ ഒരു ചരിത്രം. അതോടൊപ്പം തന്നെ ഗുരുവായൂർ ക്ഷേത്രം ആദ്യമായി കൊള്ളയടിച്ച അധിനിവേശ സേന. ഇങ്ങനെയുള്ള ആ ഒരു ചെറിയ ചരിത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പോകുന്നത്. ഇത് വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് നമ്മുടെ ചരിത്രത്തിലേക്ക് വരാം. അതായത് ഈ നഗരം എന്ന് പറയുന്നത് തൃക്കാമതിലകമാണ്. ഇത് നമുക്കറിയാം. ഈ തൃക്കാമതിലകം എന്ന് പറയുന്ന പഴയ കാങ്കന്നൂരിന്റെ ആ ഭാഗത്തായിരുന്നു. അതായത് കൊടുങ്ങല്ലൂരിന്റെ ഭാഗത്തുണ്ടായിരുന്ന ഒരു മഹാനഗരിയായിരുന്നു. ഈ നഗരത്തിലെ ഏകദേശം 18ഓളം, അതായത് 18 കീഴിടങ്ങളും അതുപോലെ തന്നെ ഒരു വലിയ, അതായത് ക്ഷേത്രങ്ങളുടെ സമുച്ചയവും അതുപോലെ നമ്പൂതിരിമാരും നായന്മാരും മറ്റ് വിഭാഗങ്ങളും പവിത്രമായി അല്ലെങ്കിൽ പരിപാവനമായി കണ്ടുകൊണ്ടിരുന്ന ഒരു നഗരം. ആദ്യകാലത്തുണ്ടായിരുന്ന ജൈന മതസ്ഥരുടെ ആയിരുന്നു ഈ കേന്ദ്രം. പിന്നീടാണ് ഇതിലേക്ക് മാറിയത്. ആ നഗരത്തിലെ അല്ലെങ്കിൽ ആ നഗരത്തിനോട് ബന്ധപ്പെട്ട ചെറിയ ഒരു ചരിത്രം പിന്നീട് ഗുരുവായൂരിലേക്ക് നീങ്ങുകയാണ്. ആ ഗുരുവായൂർ ക്ഷേത്രം വരെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതായത് 14-ാം നൂറ്റാണ്ടിലാണ് ഈ മതിലകം സാമൂതിരി പിടിച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞ് 17-ാം നൂറ്റാണ്ട് വരെ അവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കൊണ്ടുപോയിരുന്നു. ആ സമയത്ത് അവിടെ ചെറിയ, അതായത് ഈ നഗരത്തിന് അല്ലെങ്കിൽ ക്ഷേത്രത്തിന് മതിലൊക്കെ കെട്ടി നായന്മാരായിട്ടുള്ള പ്രശ്നം കൊണ്ട് മറ്റു ചില പ്രശ്നങ്ങൾ കൊണ്ടും അവിടെ നിന്നുള്ള നമ്പൂതിരിമാര് പിന്നീട് അവിടെ നിന്ന് മാറിപ്പോവുകയും വീണ്ടും തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ സാമൂതിരി അന്ന് നമുക്കറിയാം വള്ളുവനാട് ആക്രമിച്ചതിന് ശേഷം നടുവട്ടം പിടിച്ചതിന് ശേഷമാണ് അവര് ഗുരുവായൂർ വരുന്നത്. അപ്പൊ ഗുരുവായൂർ അന്ന് വന്നതിന് ശേഷം സാമൂതിരിയാണ് ആ ക്ഷേത്രത്തിന്റെ, അതായത് വടക്കു ഭാഗത്തുള്ളതും പടിഞ്ഞാറു ഭാഗത്തുമുള്ള ഗോപുരങ്ങൾ പണിയുന്നതും ശ്രീകോവിൽ പണിയുന്നതും അതുപോലെ തന്നെ കൊടിമരം സ്വർണത്തിന്റെ പ്ലേറ്റ് ഉപയോഗിച്ച് പൊതിയുന്നതും സാമൂതിരിയാണ്. അതുപോലെ തന്നെ സാമൂതിരിയുടെ കീഴിൽ പിന്നീട് ക്രാങ്കന്നൂർ, വൈപ്പിൻ, പള്ളിപ്പുറം ഇതെല്ലാം ഈ ഡച്ചുകാരിൽ നിന്ന് സാമൂതിരി പിടിച്ചെടുത്തു. 1662 ഒരു പീസ് കീപ്പ് അല്ലെങ്കിൽ ഒരു പീസ് ട്രീറ്റി വരുന്നത്. അത് കഴിഞ്ഞിട്ട് 1701 വരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഡച്ചുകാർ വീണ്ടും സാമൂതിരിയുമായി കോർത്തു, വീണ്ടും യുദ്ധം ഉണ്ടായി. 1710 ഡച്ചുകാര് ചേറ്റുവ കീഴടക്കി. അതൊരു ചെറിയൊരു ഉടമ്പടി പ്രകാരമായിരുന്നു. പക്ഷെ ഡച്ചുകാർ അവിടെ ഫോർട്ട് വീണ്ടും കോട്ട പണിതപ്പോ അത് സാമൂതിരിക്ക് അത്ര ഇഷ്ടമായില്ല. അതുകൊണ്ട് സാമൂതിരിയും സാമൂതിരിയുടെ അനുയായി എല്ലാവരും കൂടിയിട്ട് വീണ്ടും അത് ആക്രമിച്ചു. പക്ഷെ സാമൂതിരി ദയനീയമായി തോറ്റു. 1715 ഡച്ചുകാര് പാപ്പിനിവട്ടം പിടിച്ചെടുത്തു. അവിടെ ഫോർട്ട് വില്യംസ്, അവിടെ വേറെ കോട്ട പണിയുന്നു. 1716 ഈ സ്ഥലം, അതായത് വീണ്ടും സാമൂതിരിയും ഈ സ്ഥലം സാമൂതിരി ബ്രിട്ടീഷുകാരുടെ സഹായത്തോടു കൂടിയാണ് പിടിച്ചെടുക്കുന്നത്. ആ സമയത്ത് പുന്നത്തൂർ രാജ എന്ന് പറയുന്ന, അതായത് ഇന്ന് ഗുരുവായൂരുള്ള ആനക്കോട്ട, അത് പുന്നത്തൂർ രാജാവിന്റെ കോവിലകമായിരുന്നു. അപ്പൊ അതിന്റെ ചരിത്രം നമുക്ക് വേറെ പറയാം. അപ്പൊ ആ കോവിലകത്ത് ആ പുന്നത്തൂർ രാജാവ് ആദ്യം കൊച്ചി രാജാവിനെ സപ്പോർട്ടായിരുന്നു. ഡച്ചുകാര് കൊച്ചി രാജാവിന്റെ അലയൻസ് ആയിരുന്നു. അപ്പൊ ഈ പുന്നത്തൂർ രാജ ഡച്ചുകാരുമായിട്ട് സമാധാനത്തിലായിരുന്നെങ്കിലും പിന്നീട് 1717 അദ്ദേഹം അവരുടെ അലയൻസ് സാമൂതിരിക്ക് അവർ ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇതിന് ശേഷമാണ് ഈ ഡച്ചുകാര് ഗുരുവായൂര് ആക്രമിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ പുന്നത്തൂർ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് തലപ്പിള്ളി നമ്പൂതിരി ഫാമിലിയാണ്, കുടുംബമാണ്. അതിൽ നിന്ന് 4 കുടുംബമായിട്ട് മാറുന്നതാണ്. അതായത് കക്കാട്, പുന്നത്തൂര്, ഐനിക്കൂറ്, അതുപോലെ തന്നെ പിന്നെ മനക്കുളം, ഇങ്ങനെയുള്ള കോവിലകമായിട്ട് മാറി. ആദ്യം തന്നെ സാമൂതിരിയുടെ പക്ഷത്തേക്ക് വരുന്നത് പുന്നത്തൂർ രാജാവാണ്. പിന്നീട് സാമൂതിരിയായിട്ട് നല്ല ബന്ധമായിരുന്നു. അരിയിട്ട് വാഴ്ചയ്ക്ക് ഒരു പ്രത്യേക ക്ഷണിതാവായിരുന്നു പുന്നത്തൂർ രാജ. അതുപോലെ തന്നെ പിന്നീട് മറ്റുള്ളവരും, അതായത് മനക്കുളവും ആയങ്കുളവും പിന്നീട് സാമൂതിരിയുടെ പക്ഷത്തേക്ക് ചേർന്നു.
1716 അതിനു മുമ്പ് ഈ പുന്നത്തൂർ രാജാവിന്റെ കീഴിലായിരുന്നു ഈ ഗുരുവായൂർ അമ്പലം ഉണ്ടായിരുന്ന. അതിന്റെ ഊരായ്മ റൈറ്റ് അല്ലെങ്കിൽ ഊരായ്മ അവകാശം സാമൂതിരിക്ക് പുന്നത്തൂർ രാജാവ് കൈമാറി. അതിന് പകരമായിട്ട് സാമൂതിരി പിടിച്ചെടുത്ത കുറച്ച് സ്ഥലങ്ങൾ, അതായത് ചാവക്കാട് പോലുള്ള സ്ഥലങ്ങളൊക്കെ ഇദ്ദേഹത്തിന്, അതായത് പുന്നത്തൂർ രാജാവിന് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ 1717 ഗുരുവായൂർ ക്ഷേത്രം വീണ്ടും ഡച്ചുകാര് ആക്രമിച്ച് തവിട് പൊടിയാക്കുന്നത്. പൊടിയാക്കുന്ന പറഞ്ഞാൽ അവർ കത്തിച്ചു, വെസ്റ്റ് പടിഞ്ഞാറ് ഗോപുരം കത്തിച്ചു. അതുപോലെ തന്നെ ഈ കൊടിമരത്തിലുള്ള മൊത്തം സ്വർണത്തിന്റെ പൊതിഞ്ഞ പ്ലേറ്റും അവര് മുറിച്ചെടുത്തു. കൂടാതെ നിലവറയിൽ സൂക്ഷിച്ചിരുന്ന എല്ലാ സ്വർണവും മറ്റ് ദ്രവ്യങ്ങളും അതുപോലെ പണം എല്ലാ സംഭവവും അവര് കവർന്നു കൊണ്ടുപോയി. അങ്ങനെ അവര് പോകുമ്പോഴാണ് ഈ പടിഞ്ഞാറെ കവാടം അവർ കത്തിക്കുകയാണ് ചെയ്യുന്നത്. 1747 പിന്നെ സാമൂതിരിക്ക് ഒരു ചെറിയൊരു ഉടമ്പടി പ്രകാരം ആ ഗുരുവായൂർ ക്ഷേത്രം മാത്രം സാമൂതിരി കിട്ടി. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഡച്ചുകാരായിരുന്നു ഭരിച്ചിരുന്നത്. അവരവിടെ കസ്റ്റംസ് ഏർപ്പെടുത്തിയിരുന്നു, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ 1747 സാമൂതിരി അവിടെ ഈ ഗുരുവായൂർ കത്തിച്ചു പോയ ആ ഇതൊക്കെ, അതായത് ഗോപുരമൊക്കെ വീണ്ടെടുത്ത് വീണ്ടും അത് പണി കഴിപ്പിച്ചു. 1746 അതായത് ഈ പുതിയ സാമൂതിരി വരുന്നത്. അതിനു മുമ്പ് അന്നത്തെ സാമൂതിരി മരിച്ചിരുന്നു. പിന്നീട് പുതിയ സാമൂതിരി വന്നതോടുകൂടി ഒന്നുകൂടി ആക്രമണവും അല്ലെങ്കിൽ കുറച്ചും കൂടി എന്താ പറയാ വീര്യം ഉള്ള ഒരു സാമൂതിരി ആയിരുന്നു. അങ്ങനെ ആ സാമൂതിരിക്ക് അന്ന് മാപ്പിളമാരുടെയും നായന്മാരുടെയും സപ്പോർട്ടോടുകൂടി അവര് ഈ പ്രദേശങ്ങളൊക്കെ, ഈ ഗുരുവായൂരിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളൊക്കെ അവർ വീണ്ടും പിടിച്ചെടുത്തു. 1758 ഡച്ചുകാര് വീണ്ടും ജാവൻസ്, അതായത് ഈ ജാവക്കാരായിരുന്നു, അവരുടെ ഒരു തന്ത്രമായിരുന്നു ഡച്ചുകാര് ഒരു സ്ഥലത്തുള്ള ആളുകളെ കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്താണ് ആക്രമിക്കുക. അപ്പൊ അവർക്ക് സെന്റിമെന്റ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഈ ജാവക്കാരാണ് ഈ മതിലകം വന്ന് ആ നഗരം മുഴുവനും തവിട്ട് പൊടിയാക്കി കത്തിച്ച് അതിന്റെ ഉള്ളിൽ നിന്നുള്ള എല്ലാം നശിപ്പിച്ച് അവിടെ നിന്നുള്ള ശിവലിംഗത്തിനെ അവരെടുത്തു കൊണ്ടുപോയി അവിടെ കൊച്ചിയിലെ ബാർജ് ചെയ്തിരുന്ന കപ്പൽ, അതായത് ഈ കാർഗോ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഷിപ്പിൽ നിന്ന് സാധനങ്ങൾ ഇറക്കി കൊണ്ടുവരുന്ന അതിന്റെയൊക്കെ നങ്കൂരമായിട്ട് ഇത് ഉപയോഗിച്ചു. അങ്ങനെ 1795 അപ്പൊ അതോടുകൂടി ചരിത്രത്തിൽ നിന്ന് തന്നെ ഈ മതിലകം എന്ന് പറയുന്ന സാംസ്കാരിക കേന്ദ്രം ഇല്ലാതായി അതാണ് ഒരു സത്യം. പക്ഷെ എന്നാണ് മതിലകം ആക്രമിച്ചത്, എപ്പോഴാണ് ഇത് ചെയ്തത് എന്നുള്ള എക്സാക്ട് ഡേറ്റ് ഇപ്പോ കിട്ടിയിട്ടില്ല ചരിത്രത്തിൽ. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം നടന്നിരുന്നു. 1795 ബ്രിട്ടീഷുകാര് ഈ ഡച്ചുകാര് കൊച്ചിയിലെ ആക്രമിച്ച സമയത്ത് ഡച്ചുകാര് കീഴടങ്ങി. അങ്ങനെ കീഴടങ്ങിയതിനു ശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായി ഈ സ്ഥലം. അതുപോലെ ഈ ഷിപ്പിന്റെ ഇത് കടന്നിരുന്നല്ലോ. അപ്പോ ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് കൊങ്കിണി, അതായത് കൊച്ചിയിലുള്ള കൊങ്കിണി ആൾക്കാര് അവര് ഈ ശിവലിംഗം തിരിച്ചു വാങ്ങിച്ച് അവര് ഉദയപുരം, അതായത് ഇത് ഉദയനേശ്വര ടെമ്പിൾ എന്നാണ് പറയുന്നത്, കൊച്ചിയിലുള്ള ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ ഇത് വീണ്ടും ഈ ശിവലിംഗം പ്രതിഷ്ഠിച്ചു. ആ ഏകദേശം മറ്റ് വിഗ്രഹങ്ങളൊക്കെ അവിടെയുണ്ട്, അത് വേറെയും വിഗ്രഹങ്ങളുണ്ട് അവിടെ, സുബ്രഹ്മണ്യൻ വേറെ എന്തൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ വിഗ്രഹങ്ങളിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ഇതിനെ 4.5 അടി ഉയരത്തിലാണ് ഈ ശിവലിംഗം അവിടെ പ്രതിഷ്ഠിച്ചത്. അങ്ങനെ 1758 സാമൂതിരി മരണപ്പെട്ടു പോവുകയാണ്. അപ്പൊ ഗുരുവായൂരിന്റെ ആദ്യത്തെ ഒരു ഭാഗം പറഞ്ഞു, മതിലകത്തിന്റെ കാര്യം പറഞ്ഞു. ഇനി രണ്ടാമത്തെ ആക്രമണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ശിവലിംഗം, കടലിൽ പോയ ശിവലിംഗം വീണ്ടും തിരിച്ചു വന്ന് വീണ്ടും ക്ഷേത്രത്തിലേക്ക് പ്രതിഷ്ഠിച്ച ഒരു ചെറിയ ചരിത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ഭാഗം, അതായത് ഗുരുവായൂര് ക്ഷേത്രത്തിലെ, അതായത് ഗുരുവായൂരിലെ ക്ഷേത്രം കാത്ത് രക്ഷിച്ച അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചരിത്രമാണ് ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ പങ്കുവെക്കുന്നത്. അതിലൊരു പ്രത്യേകം ഒരു കാര്യം പറയുന്നുണ്ട്. ഹൈദ്രോസ് കുട്ടി എന്ന് പറയുന്ന ഹൈദ്രോസ് മൂപ്പന്റെ ഒരു ചെറിയൊരു ചരിത്രവും കൂടി ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് നൽകാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.